ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള ഫാന്റസി ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ദ റെഡ് എൻവലപ്പ് എന്ന സിനിമയാണ്. അപ്പൊ ഇങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു മാരേജ് ആണ് കാണിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണ ചെറുക്കൻ ഇപ്പോൾ മൈക്ക് കയ്യിലെടുത്തിട്ട് അവന്റെ മുത്തശ്ശിയെ പറ്റി പറയാണ്. ചെറുപ്പം മുതലേ മുത്തശ്ശി എന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ സന്തോഷമായിട്ടിരിക്കില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു കല്യാണം നടക്കാൻ തന്നെ കാരണം എന്റെ മുത്തശ്ശിയാണ്. ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും ഇമോഷണൽ ആയി പോവാണ്. ഈ മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്റെ പേര് ടിറ്റി എന്നാണ്. അവനിപ്പോ മുത്തശ്ശിയെ നോക്കിയിട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ പുറകിലുണ്ടായിരുന്ന ചുമരും പൊളിച്ചുകൊണ്ട് ഒരു കാറ് വരുന്നുണ്ട്. അത് നേരെ ടിറ്റി ഇടിച്ച് കൊല്ലാണ്. ഇപ്പൊ മുത്തശ്ശി ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മുത്തശ്ശി ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു. ടിറ്റിയുടെ കല്യാണം കഴിഞ്ഞ് കാണുന്നത് മുത്തശ്ശിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അത് നടക്കുന്നതിന് മുന്നേ ഒരു കാർ ആക്സിഡന്റില് ടിറ്റി മരിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം എല്ലാ ദിവസവും മുത്തശ്ശി ഈ ഒരു സ്വപ്നം റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം അർത്ഥം എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മുത്തശ്ശി ഒരു ജോത്സ്യനെ കാണാനായിട്ട് വരുന്നുണ്ട്. ജോത്സ്യന്റെ അടുത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയാണ്. ഞാൻ ഇതേമാതിരി എല്ലാ ദിവസവും സ്വപ്നം കാണാറുണ്ട്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ആ ഒരു ജോത്സ്യനും ഇപ്പോൾ കവിടെയൊക്കെ നിർത്തി നോക്കിയതിനു ശേഷം പറയാണ്, നിങ്ങളുടെ പേരക്കുട്ടിക്ക് ഇതുവരെ മോക്ഷം കിട്ടിയിട്ടില്ല. അവൻ ഈ ഒരു ഭൂമിയിൽ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആഗ്രഹം സാധിക്കാതെയാണോ ടിറ്റി മരിച്ചു പോയിട്ടുള്ളത്? ഇത് കേട്ടിഞ്ഞപ്പോൾ മുത്തശ്ശി പറയാണ്, അത് പിന്നെ അവനൊരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു വെഡിങ്ങിന്റെ കാര്യമെല്ലാം അവൻ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്താണ് അവൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും കാരണം. ഇതിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. അവന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് ഒരു ഗോസ്റ്റ് മാരേജ് നടത്തുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവുമെന്ന് പറയാണ്. ഇപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അവന് പെൺകുട്ടികളെയൊന്നും ഇഷ്ടമല്ല, ടിറ്റിക്ക് ആൺകുട്ടികളോടാണ് താല്പര്യം. ഇപ്പൊ ജോത്സ്യം പറയുന്നുണ്ട്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാം കണക്ക് തന്നെയാണ്. അപ്പോൾ അവന് പറ്റിയിട്ടുള്ള ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവനൊരു പയ്യനെ കല്യാണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജോത്സ്യൻ പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ആത്മാവ് ആരെയാണ് കല്യാണം കഴിക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് സ്വർഗമാണ്. സ്വർഗം തിരഞ്ഞെടുക്കുന്ന ആളെ മാത്രമേ ടിറ്റിക്ക് കല്യാണം കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ആളെ തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മുത്തശ്ശിയും അതിന് സമ്മതിക്കുകയാണ്. മുത്തശ്ശി ഇപ്പോൾ ജോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ ടിറ്റിനെ അടക്കിയിട്ടുള്ള ആ ഒരു കല്ലറയിലേക്ക് വരികയാണ്. അതിനുശേഷം കല്ലറ തുറന്നിട്ട് അവന്റെ മുടിയും നഖവും കട്ട് ചെയ്തിട്ട് ഒരു റെഡ് കളർ എൻവലപ്പിലാക്കുന്നുണ്ട്. ആളുകൾ നടന്നു പോകുന്ന ഒരു സ്ഥലത്തേക്ക് അത് അവർ കൊണ്ടിടാണ്. ഈ ഒരു എൻവലപ്പ് ആരാണോ എടുക്കുന്നത് അയാളായിരിക്കും ടിറ്റിക്ക് വേണ്ടിയിട്ട് സ്വർഗം തെരഞ്ഞെടുത്തിട്ടുള്ള ആള്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. അവനിപ്പോ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു പോലീസ് ഇൻഫോമർ ആണ്. ഈ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഡ്രഗ് കാർട്ടലുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഈ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവോടുകൂടി ഇവനെ പിടിക്കാനായിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാള് തന്നെയാണ് നമ്മുടെ ഹീറോയുടെ ടാർഗറ്റ്. ഈ ജിമ്മൻ ഒരു ഗേ ആയിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ അവനെ അപ്രോച്ച് ചെയ്ത് വളച്ചെടുക്കാനാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അയാൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹീറോ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അവന്റെ അടുത്തേക്ക് പോയി മുട്ടുകയാണ്. ഈ ഇരിക്കുന്നവന്റെ പേര് ചാൻ എന്നാണ്. ഇവനൊരു പോലീസ് ഓഫീസറാണ്. ഇപ്പൊ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള മൈക്ക് വഴി നമ്മുടെ ഹീറോന്റെ അടുത്ത് ചാൻ പറയുന്നുണ്ട്, എടാ കുറച്ചുകൂടി അടുത്ത് നിൽക്ക്, അപ്പോഴേ അവനെ സെറ്റാക്കാൻ പറ്റൂന്നുള്ളത്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ എടാ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇവൻ ഗേ ആണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അടുത്തേക്ക് പോകാനായിട്ട് മടിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ ഹീറോയിൻ അതിൽ നടന്നു വരുന്നത്. ഹീറോയിനും ഒരു പോലീസുകാരിയാണ് കേട്ടോ. അവളിപ്പോ വന്നിട്ട് അവന്റെ ബാക്കിലേക്ക് തന്നെ ഒരു തട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഹീറോ ആ ഒരു ജിമ്മിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അയാൾക്കൊരു സ്പാർക്ക് അടിക്കുകയാണ്. ഇപ്പൊ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ പറഞ്ഞിട്ട് അവന് ഒരു വിധത്തിൽ വളച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് ആ ഒരു ലോക്കർ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അവൻ നമ്മുടെ ഹീറോയിനെ എന്തെങ്കിലും ചെയ്യുന്ന വിചാരിച്ച് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഹീറോ ഇപ്പോ അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവനെ ലോക്ക് ചെയ്ത് അവനെ നിർത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചാൻ ഓടി വന്നിട്ട് അവന്റെ ലോക്കർ ഓപ്പൺ ചെയ്യാണ്. അതിന്റെ ഉള്ളിൽ ഡ്രഗ്സ് ഉണ്ടോ എന്നുള്ളത് ഇവര് തപ്പി നോക്കുന്നുണ്ട്. ഹീറോയിനും ആ ഒരു സമയത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലോക്കറിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് കുറച്ച് ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. അവരിപ്പോ അവനെ കൈയോടെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോ ഹെഡ് ഇവരുടെ അടുത്ത് ചൂടാവുകയാണ്. അവന് പൊളിറ്റിക്കലി നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. അവനെ പുറത്തിറക്കാനായിട്ട് 100 കണക്കിന് കോളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു 2 ഗ്രാം ഡ്രഗ്സ് വെച്ചിട്ട് ഇവന് ഡ്രഗ് കാർട്ടലുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റുക. ആക്ച്വലി പോലീസുകാർ ബിഗ് ജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്ററിനെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിനെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. എന്നാൽ ഇവരിപ്പോ കൊണ്ടുവന്നിട്ടുള്ള 2 ഗ്രാം ഡ്രഗ്സ് വെച്ചിട്ട് ഇവന് ബിഗ് ജോ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ളത് ഒരിക്കലും തെളിയിക്കാനായിട്ട് സാധിക്കില്ല. ചീഫ് ഇപ്പോ ഹീറോയിനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അയാളിപ്പോ ഹീറോയെ നോക്കുകയാണ്. ഇതിനു മുന്നേ ഇൻഫോമർ ആയിട്ട് ഇവൻ ഒരുപാട് കേസുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മണ്ടത്തരം കാണിച്ചിട്ട് അവനെല്ലാം കൊള്ളാക്കിയിട്ടുണ്ട്. ഈ ഒരു കേസിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ചീഫ് ഇപ്പോ ഹീറോയിനെ വഴക്ക് പറയുന്നുണ്ട്. ഇനി മേലാല് ഇവൻ ഏതെങ്കിലും കേസിൽ ഇടപെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ സസ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടാണ്. ആകെ ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അവിടുന്ന് ഒരു ലെമൺ ജ്യൂസ് വാങ്ങിയിട്ട് പുറത്തേക്ക് നടക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യാനായിട്ട് ബോഡി തുറന്നത് മാത്രമേ അവനെ ഓർമ്മയുള്ളൂ. അത് മുഴുവനും ഇപ്പൊ അവന്റെ മുഖത്തേക്ക് തെറിക്കുകയാണ്. ദേഷ്യം വന്നിട്ടുള്ള നമ്മുടെ ഹീറോ അത് നിലത്തിട്ടിട്ട് ഇപ്പൊ ദൂരേക്ക് ചവിട്ടി തെറിപ്പിക്കുകയാണ്. അത് ചെന്ന് കൊണ്ടത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡസ്റ്റ്ബിനിലേക്കായിരുന്നു. ഇത് വന്നടിച്ചിട്ടുള്ള ഫോഴ്സിൽ ഡസ്റ്റ്ബിൻ മറിഞ്ഞിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു പിന്നും തട്ടിയിടുന്നുണ്ട്. അത് നേരെ പോയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു തട്ടുകടയിലേക്ക് തട്ടുകയാണ്. ആ ഒരു കട പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന കടയിലേക്ക് അടിക്കുന്നുണ്ട്.
പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ആ ഒരു ഭാഗത്തുള്ള കടകൾ മുഴുവനും ഇപ്പൊ തകർന്ന നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോ അങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇപ്പൊ കടക്കാരെല്ലാരും കൂട്ടിയിട്ട് നമ്മുടെ ഹീറോനെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രീതിക്ക് വഴക്ക് പറഞ്ഞിട്ട് നിലത്ത് പോയിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവനും അവനെ കൊണ്ട് അവർ പെറുക്കിയെടുപ്പിക്കുകയാണ്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്നതിന്റെ ഇടയിൽ ടിടിയുടെ മുത്തശ്ശി നിലത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എൻവലപ്പ് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പൈസ ആയിരിക്കും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവൻ ചാടിക്കേറിയത് എടുക്കുന്നുണ്ട്. തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ മുടിയും നഖമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് ആശാന്റെ കിളി പോവാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവാത്തോണ്ട് തന്നെ അതിപ്പോ കൈ പിടിച്ചങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ടുള്ള ടിടിയുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ മുത്തശ്ശിയുടെ കുറച്ച് ഫ്രണ്ട്സും ആ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. ഇപ്പോ ടിടിയുടെ ഒരു ഫോട്ടോ നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്റെ പേരക്കുട്ടിയാണ്. ഇവൻ മരിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അവന്റെ ആഗ്രഹം നിറവേറാതെ മരിച്ചു പോയതുകൊണ്ട് തന്നെ അവന് മോക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനൊരു ഗോസ്റ്റ് മാരേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് സ്വർഗം നിന്നെയാണ് തെരഞ്ഞെടുത്തത്. നീ ആ ഒരു മാരേജിന് സമ്മതിക്കണം എന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാന്ത് ഇളകുന്നുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവരൊരു ഗോസ്റ്റ് മാരേജും തേങ്ങയെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആ ഒരു എൻവലപ്പും വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ ഇവൻ വലിച്ചെറിഞ്ഞിട്ടുള്ള ആ ഒരു എൻവലപ്പ് വീണ്ടും അവന്റെ മേത്തേക്ക് തന്നെ വന്ന് വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിക്ക് ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ബേക്കിൽ നിൽക്കുന്നുണ്ടായിരുന്ന മുത്തശ്ശി പറയാണ്, ഇത് നിന്റെ വിധിയാണ്. ആ ഒരു കല്യാണത്തിന് നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നൊക്കെ അവരിപ്പോ അവനെ വാൺ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ആ ഒരു എൻവലപ്പും വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അവനിപ്പോ പോയിട്ട് അവന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. വാതിൽ തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ കളഞ്ഞിട്ട് വന്നിട്ടുള്ള ആ ഒരു എൻവലപ്പ് ഇവന്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഹീറോ അത് കണ്ട സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. ഇത് ഞാൻ അവിടെ കളഞ്ഞിട്ട് വന്നല്ലേ, വീണ്ടും എങ്ങനെ ഇത് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞിട്ട് അവൻ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ഇപ്പൊ അവർ എൻവലപ്പ് എടുത്തിട്ട് പുറത്തുണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുകയാണ്. ഇനി എന്റെ പുറകെ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് ആശാൻ ഓടിയിട്ട് ഇപ്പൊ വീണ്ടും അപ്പാർട്ട്മെന്റിലേക്ക് കയറുന്നുണ്ട്. ആ ഒരു വാതിൽ മുറുക്കി അടക്കുകയാണ്. ഇവനിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ ഇപ്പോൾ അവനെ വിളിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വർക്കിന്റെ പേയ്മെന്റ് നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ, അത് തരാനായിട്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നീ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു റെഡ് കളർ എൻവലപ്പിലാക്കിയിട്ട് ഞാൻ നിന്റെ ഡോറിന്റെ അടി കൂടെ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ക്യാഷ് ഉണ്ട്, നീ എടുത്തോന്ന് പറയാണ്. എന്ത്? ആ ഒരു കവറിന്റെ ഉള്ളിലുണ്ടായിരുന്നത് പൈസ ആയിരുന്നോ? അവനിപ്പോ ഓടി പുറത്തേക്ക് വന്നിട്ട് ആ ഒരു വേസ്റ്റ് ബിന്നിൽ നോക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. താഴേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആ ഒരു വലിയ ലോറി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എംപ്ലോയീസ് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് മുഴുവൻ കളക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്നിട്ട് ഇവരെ ഉറക്കെ വിളിക്കുന്നുണ്ട്. ലോറി ഇപ്പൊ നീങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിർത്തുന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ലോറിയുടെ പുറകെ തന്നെ ഇപ്പൊ മാക്സിമം സ്പീഡ് എടുത്ത് ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു ബൈക്ക് അവന്റെ നേരെ ചീറി പാഞ്ഞു വരുന്നുണ്ട്. ജസ്റ്റ് മിസ്സിനാണ് അത് അവന്റെ മേത്ത് ഇടിക്കാതെ രക്ഷപ്പെട്ടത്. ഇടിച്ചില്ലല്ലോ എന്ന് ആശ്വസിച്ചിട്ട് അവനിപ്പോ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഇവന്റെ മുന്നിലേക്ക് ഒരു ഫ്രിഡ്ജ് ഒന്ന് വീഴാണ്. ഒന്ന് അങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ തലയ്ക്കായിരുന്നു വീഴുക. ഇപ്പൊ ഫ്ലാറ്റിന്റെ മുകളിലേക്ക് നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവൻ തെറി പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു ചെടിച്ചട്ടിയും അവന്റെ മുന്നിലേക്ക് ഒന്ന് വീഴാണ്. അതിൽ നിന്നും എസ്കേപ്പ് ആവുന്നുണ്ട്. ഹീറോ ഇപ്പൊ ലോറിക്കാരെ വിളിച്ചത് കേട്ടിട്ട് അവര് വണ്ടി നിർത്തുകയാണ്. അത് നിർത്തിയല്ലോ എന്ന് ആശ്വസിച്ചിട്ട് അവനിപ്പോ ഒന്ന് സ്ലോ ആക്കാണ്. നോക്കുമ്പോൾ അവൻ നിൽക്കുന്നത് ഒരു കാനയ്ക്ക് മുകളിലായിരുന്നു. അതിന്റെ ഡോറ് ലൂസായിട്ട് അവനിപ്പോ നേരെ താഴേക്ക് വീഴുന്നുണ്ട്. ഇതേപോലെ ആ ഒരു കാനയിൽ പോയി വീണ സമയത്ത് അവന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇവന്റെ നടുവിരൽ മാത്രം പുറത്ത് കാണിക്കുന്ന രീതിയിൽ അവർ കെട്ടിവിട്ടിട്ടുണ്ട്. സമയം തീരെ ശരിയില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് അവനിപ്പോ ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തു വരാണ്. ഇവനിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ജോത്സ്യന്മാരങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. മോനെ, നിന്നെ ഒരു ദുഷ്ടശക്തി ഓടിക്കുന്നുണ്ട്. എന്റെ കടയിലേക്ക് വാ, ഞാൻ നിനക്ക് പരിഹാരം പറഞ്ഞുതരാം. നിന്റെ സമയം തീരെ ശരിയല്ല. ഇപ്പോ തൊട്ടടുത്തുള്ള കടയിലുള്ള ജോത്സ്യൻ പറയാണ്, നിനക്ക് പെട്ടെന്ന് മാരേജ് നടക്കാൻ പോകുന്നുണ്ട്. അതിനും ചില പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാന്നൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഓരോ കടയിലുള്ള ആളുകളും നമ്മുടെ ഹീറോനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്യാൻവാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, ഇതൊക്കെ ഫ്രോഡ് പരിപാടിയാന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ അവിടെ കിടന്ന് ഉറക്ക കൂവി വിളിക്കുകയാണ്. അവരെല്ലാരും നല്ല രീതിയിൽ അവനിപ്പോ തെറി പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ജോത്സ്യന്മാർക്കും അതുപോലെ തന്നെ അവരെ കാണാനായിട്ട് വന്ന ആൾക്കാർക്കും നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുകയാണ്. അവരെല്ലാരും കൂടിയിട്ട് ഹീറോയിനെ ഇപ്പൊ എടുത്തിട്ട് തൊഴിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു മുത്തശ്ശി പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. ആ ഒരു ഗോസ്റ്റ് മാരേജിന് സമ്മതിക്കാത്തോണ്ടായിരിക്കും എന്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇനിയും തല്ലുകൊള്ളാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ആശാൻ ഇപ്പോ ആ ഒരു മാരേജിന് സമ്മതിക്കുകയാണ്. നേരെ പോയിട്ട് ടിടിയുടെ മുത്തശ്ശിയുടെ കാലിൽ വീഴുന്നുണ്ട്. മരിച്ചു പോയിട്ടുള്ള ടിടിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് തായ്ലാന്റിലെ വിധി പ്രകാരം ആ ഒരു കല്യാണം മുത്തശ്ശി നടത്തി കൊടുക്കുന്നുണ്ട്. മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ ടിടിയുടെ പഴയ കുറച്ച് ഫോട്ടോസും അതുപോലെ അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശി ഇപ്പോ നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടിടിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. നിങ്ങളിവിടെ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിന്റെ അടുത്ത് ഇപ്പൊ ചൂടാവുകയാണ്. നിന്റെ മോൻ ജീവനോടിരിക്കുന്ന സമയത്ത് അവൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്തു കൊടുത്തിട്ടില്ല. അവൻ മരിച്ചതിന് ശേഷമെങ്കിലും നീ അവനെ വെറുതെ വിട്. ദയവ് ചെയ്തിട്ട് ഈ ഒരു പരിപാടി കൊളാക്കരുത്. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പറഞ്ഞിട്ട് മുത്തശ്ശിയും ഇപ്പോ അയാളോട് ചൂടാവുകയാണ്. ശരി, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ട് അയാളിപ്പോ അവിടുന്ന് പോകുന്നുണ്ട്. ഇവര് പോയതിനു ശേഷം കല്യാണത്തിന്റെ ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം മുത്തശ്ശിയും ആ ഒരു ജോത്സ്യനും കൂടി ചെയ്യാണ്. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഹീറോയിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. ടിറ്റിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ അവന് ഇഷ്ടമുള്ള ഒരു പിങ്ക് കളറിലുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സൊക്കെ നമ്മുടെ ഹീറോന്റെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. നിനക്കും ടിടിക്കും ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണ്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇവർ പോയ ഉടനെ തന്നെ ടിടിയുടെ മുത്തശ്ശി കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഇവന്റെ അപ്പാർട്ട്മെന്റിന്റെ താഴെയിട്ടായിരുന്ന കുപ്പത്തൊട്ടിയിലേക്ക് കൊണ്ടുവന്നിടാണ്. കാര്യങ്ങളെല്ലാം ഒരു വിധത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സമാധാനമായിട്ട് കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ റൂമിലേക്ക് വരികയാണ്. എന്നാൽ റൂമിൽ വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടിടിക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡ്രസ്സ് അത് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് തന്നെ അവൻ നല്ല രീതിയിൽ പേടിക്കുകയാണ്. ഇത് ഞാനിപ്പോ പുറത്തു കൊണ്ട് കളഞ്ഞിട്ട് വന്നാലേ ഇത് എങ്ങനെയാണ് വീണ്ടും എന്റെ ബെഡിലെത്തിയെന്ന് ആലോചിച്ചിട്ട് അവനൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം പിടിച്ചിട്ടുള്ള നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇപ്പോൾ അവിടെ നിന്ന് എടുത്ത് വലിച്ചെറിയാണ്. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സും ടിടിയുടെ ഫോട്ടോയും അവിടെ ഒരു ചെയറിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹീറോ ഇത് കണ്ടിട്ട് നല്ല രീതിയിൽ പേടിക്കുകയാണ്. ഇപ്പൊ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ബാൽക്കണി വഴി പുറത്തേക്ക് വലിച്ചെറിയാണ്. ഇതെല്ലാം എനിക്ക് തോന്നുന്നതായിരിക്കും, ഒന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഷവർ ഓൺ ആക്കിയിട്ട് കുളിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന സോപ്പ് തെന്നി താഴേക്ക് വീഴാണ്. മെല്ലെ ഇപ്പോൾ ആ ഒരു സോപ്പ് എടുക്കാനായിട്ട് അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്താണ് നമ്മുടെ ടിടി എൻട്രി ചെയ്യുന്നത്. പെട്ടെന്ന് ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ പേടിച്ചിട്ട് അവൻ അലറി വിളിക്കുകയാണ്. ഇവൻ കണ്ണോടച്ചിട്ട് ഇപ്പോ അലറി കരയാണ്. മെല്ലെ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ടിടിയുടെ രൂപം അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനെന്തോ സ്വപ്നം കാണാണോ അല്ലെങ്കിൽ ഹാലൂസിനേറ്റ് ചെയ്യാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് അവൻ കണ്ണാടിയിലേക്ക് നോക്കുന്നത്. നോക്കുമ്പോൾ ടിടി അവന്റെ മേത്ത് കയറിയിരിക്കുന്നതായിട്ട് ആ ഒരു കണ്ണാടിയിൽ അവൻ കാണാണ്. ഇപ്പോ ടിടിനെ തള്ളി വിട്ടിട്ട് കയ്യിലുണ്ടായിരുന്ന തോർത്ത് ഉപയോഗിച്ചിട്ട് അവൻ തലങ്ങും വിലങ്ങും വീശാണ്. എന്റെ അടുത്തേക്ക് വരരുത് എന്നൊക്കെ അവനിപ്പോ അലറി വിളിച്ച് പറയുന്നുണ്ട്. കുറച്ച് സമയം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടിടിയുടെ രൂപം വീണ്ടും കാണാതായിട്ടുണ്ട്. ഇവനെ പേടിച്ചിട്ട് ടിടി അവിടുന്ന് പോയി എന്നാണ് നമ്മുടെ ഹീറോ വിചാരിച്ചത്. എന്നാൽ അതേ സമയത്ത് തന്നെ ബാത്റൂമിന്റെ ഡോറും എല്ലാം ഓപ്പൺ ആവുകയാണ്. നോക്കുമ്പോൾ ടിടി റൂമിന് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ടിടി കണ്ടിട്ട് അവനിപ്പോ അലറി കരയാണ്. അവന്റെ തലയിപ്പോ 360 തിരിഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ നോക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ പേടിയാവാണ്. അവനിപ്പോ ആയി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ടിടിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ കോൺജറിങ്ങിലൊക്കെയുള്ള പ്രേതമാതിരി നമ്മുടെ ഹീറോനെ നേരെ പാഞ്ഞു വരികയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പേടിച്ചിട്ട് അലറി വിളിച്ച് കരയുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിൽ കുറച്ച് പോലീസുകാര് പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ ഇപ്പൊ ഓടി വരികയാണ്. നോക്കുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ കുറച്ച് പോലും തുണി ഉണ്ടായിരുന്നില്ല. ഹീറോ ഇപ്പൊ അവിടെ കിടന്നിട്ട് ബാറിലൊക്കെ ഡാൻസ് കളിക്കില്ലേ, ആ ഒരു രീതിയിൽ കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ക്യാരക്ടറും അപ്പിയറൻസും മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോന്റെ ശരീരത്തിൽ ടിടി ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഇവനെ കണ്ടിട്ട് ഷോക്ക് ആവാണ്. ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ കിടന്ന് ഡാൻസ് കളിച്ചതിന് ശേഷം ടിടിയുടെ ആത്മാവ് നമ്മുടെ ഹീറോന്റെ ശരീരം വിട്ടു പോവാണ്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ സ്വഭാവം തിരിച്ചു കിട്ടുന്നത്. നോക്കുന്ന സമയത്ത് ഒരു തുണി പോലും ഇല്ലാതെ അവൻ നടുറോട്ടി കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവിടുന്ന് ഓടി പോകുന്നുണ്ട്. ഹീറോ അവിടുന്ന് ഓടിയിട്ട് നേരെ നമ്മുടെ ജോൾസിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഇതുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ അവനിപ്പോ അയാളോട് ചോദിക്കുകയാണ്. ജോൾസിനിപ്പോ അവനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ ഇരുത്തുന്നുണ്ട്. നിനക്കും ടിടിക്കും തമ്മിൽ കഴിഞ്ഞ ജന്മത്തില് ഒരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അവനിപ്പോ നിന്റെ പുറകെ വരുന്നത്. കഴിഞ്ഞ ജന്മത്തില് നീ ടിടിയുടെ നായക്കുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് സ്വർഗം നിന്നെ ടിടിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. ഞാൻ പറയുന്നത് ഇപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം. ടിടിയുടെ ആത്മാവിന് എന്തോ ഒരു ആഗ്രഹമുണ്ട്, അത് നിറവേറ്റാതെയാണ് അവൻ മരിച്ചു പോയിട്ടുള്ളത്. അതെന്താന്നുള്ളത് നീ കൃത്യമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അത് നിറവേറ്റി കൊടുക്കുക. ആ ഒരു സമയത്ത് മാത്രമേ നിനക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഇത് കേട്ടിഞ്ഞപ്പോ ഹീറോ പറയാണ്, ഞാൻ എങ്ങനെയാണ് അവന്റെ കൂടെ ജീവിക്കേണ്ടത്? ഞാനൊരു ഗേ ഒന്നുമല്ല, എനിക്കൊരു പോലീസുകാരി ഇഷ്ടമാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല അവൻ ഇനിയും എന്റെ ശരീരത്തിൽ കയറിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ? ഇന്നലെ രാത്രി തന്നെ ഒരു തുണി പോലും ഇല്ലാതെ അവൻ എന്നെ നാട് റോഡിലേക്ക് കൊണ്ടുപോയി. ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കാന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ജോൾസൻ പറയുന്നുണ്ട്, അവനങ്ങനെ അധിക നേരം ആരെയും ശരീരത്തിൽ കയറാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഒരുപാട് വീക്കാവും. ഈ ഒരു കാര്യമൊന്നും അവനിനി റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവന് നിനക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അവൻ പറയുന്ന കാര്യങ്ങളും നിനക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ടിടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവനെ അവിടുന്ന് പറഞ്ഞു വിടാണ്. ഹീറോ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ ടിടിനെ വിളിക്കുകയാണ്. മോനെ ടിടി, നീ എവിടെയുള്ളത്? ഇറങ്ങി വാ, ഞാൻ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയാണ്. അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ടിടിയുടെ ഫോട്ടോയില് ഇപ്പോൾ ചെറിയൊരു എക്സ്പ്രഷൻ ചേഞ്ച് കാണാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇത് ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ അത് എടുത്ത് നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഫോട്ടോന്റെ ഉള്ളിൽ നിന്നും ഇപ്പോൾ ടിടി പുറത്തേക്ക് വരാണ്. നമ്മുടെ ആശാനത് കണ്ടിട്ട് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ടിടി ഇപ്പൊ അവനോട് പറയാണ്, നമ്മളിപ്പോ പാർട്ട്നേഴ്സ് അല്ലേ, നീ എന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നത്? ചിരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ അവനിപ്പോ വീണ്ടും പേടിപ്പിക്കുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഇപ്പോൾ ചിരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ സാധിച്ചു തരാന്നൊക്കെ പറയാണ്. ഇത് കേട്ടിഞ്ഞപ്പോ ടിടി നൈസായിട്ട് ചിരിക്കുന്നുണ്ട്. കൊള്ളാലോ, എന്റെ ആഗ്രഹമൊക്കെ സാധിച്ചു തന്നിട്ട് എന്റെ ആത്മാവിന് ശാന്തി നേടുത്തു തന്നിട്ട് നിനക്ക് പെട്ടെന്ന് ഫ്രീ ആവണല്ലേ? അതിനു വേണ്ടിയിട്ടല്ല നീ ഇപ്പൊ ചോദിക്കുന്നത്. ശരി, കുഴപ്പമില്ല, ഞാനൊരു ഗേ ആണ്, നീ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളും. നമ്മൾ തമ്മിൽ എങ്ങനെയായാലും മാച്ച് ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ പറയാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിന്റെ ഈ ഒരു വീട് നോക്ക്, എന്താ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. തുണി മണ്ടർവെയറെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നു, കഴുകാത്ത പാത്രങ്ങൾ അങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു. അങ്ങനെ ഈ ഒരു വീട് മുഴുവനും നീ കൊളാക്കിയിട്ടല്ലേ വെച്ചേക്കുന്നത്. നീ അതാദ്യം ക്ലീൻ ചെയ്ത് വെക്ക്, അപ്പൊ മാത്രമേ ഞാൻ എന്റെ ആഗ്രഹങ്ങളെല്ലാം പറയുള്ളൂ എന്ന് പറയാണ്. ഹീറോയ്ക്കും വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാണ്. ആ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനും അവൻ കുത്തിയിരുന്ന് വൃത്തിയാക്കാണ്.
ഓക്കെ, ഞാൻ ഈ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനും നീ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും നിന്റെ ആഗ്രഹം എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തുലയ്ക്കോ. ഇപ്പൊ ടി പറയാണ്, തിരക്കാക്കല്ലേ, ഇവിടെ ഒരു ഗിറ്റാർ ഇരിക്കുന്ന ഞാൻ കണ്ടല്ലോ, നീ പാട്ട് പാടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പാട്ട് പാടിക്കൊണ്ടാ. പിന്നെ നിനക്ക് വല്ല ലവ് സ്റ്റോറി ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞു എന്ന് പറയണ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഹീറോ ആ ഒരു ഗിറ്റാർ എടുത്തിട്ട് ഇപ്പോൾ അലറി വിളിച്ച് പാടുകയാണ്. ഹീറോ പണ്ട് ഒരു പോക്കറ്റ് അടിക്കാരനായിരുന്നു. ഒരു പ്രാവശ്യം ഇവനിങ്ങനെ പോക്കറ്റ് അടിക്കുന്ന സമയത്ത് ഹീറോയിൻ അവനെ പിടിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഹീറോയിനെ ഹീറോ കാണുന്നത്. കണ്ട സമയത്ത് തന്നെ ഹീറോയിനോട് അവനൊരു ക്രഷ് തോന്നുന്നുണ്ട്. ഇവള് അവിടെ വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നതും അവന്റെ കയ്യിലേക്ക് വിലങ്ങിടുന്നതും എല്ലാം തന്നെ അവനൊരു പാട്ട് പോലെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവളെ കണ്ട സമയത്ത് തന്നെ ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല, നല്ല കുട്ടിയായിട്ട് ജീവിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഹീറോ ഇപ്പോൾ ഹീറോയിന്റെ കൂടെ ഒരു ഇൻഫോമറായിട്ട് ജോലി ചെയ്യുന്നത്. ഞാനും ഒരു ദിവസം പോലീസുകാരനായിട്ട് മാറും. ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അവളുടെ പാർട്ട്ണറായതിനു ശേഷം എന്റെ പ്രണയമൊക്കെ ഞാൻ അവളോട് തുറന്നു പറയും. അങ്ങനെ മെല്ലെ മെല്ലെ അവൾ എന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് മാറും. അങ്ങനെ ഇവന്റെ മൈൻഡിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഹീറോ ഇപ്പോൾ ടി-ടിനോട് പറയാണ്. ഇപ്പൊ ടി അവനോട് പറയാണ്, നീ കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളാണോ ഇങ്ങനെയുള്ള കഥയെല്ലാം പറയുന്നത്? എന്നെ ഹേട്ട് ചെയ്യില്ലേ, മതി നിർത്ത്, ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞേക്കാം. അവനിപ്പോൾ കുറച്ചു നേരം ആലോചിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ചൊന്നും അവന്റെ മൈൻഡിലേക്ക് വരുന്നില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ഇതിനു മുന്നേ എനിക്കൊരു ലവ് ഉണ്ടായിരുന്നു. ഞാനും അവനും തമ്മിൽ മാരേജ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ മരിച്ചുപോയത്. ഇപ്പൊ അവൻ എന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടാവും. നീ അവിടെ പോയിട്ട് അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവനോട് മൂവ് ഓൺ ആവാൻ പറയേ. ചിലപ്പോ അതായിരിക്കും ഞാൻ ഈ ഒരു ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട കാര്യം. ഹീറോയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ടി-ടിയുടെ അടുത്ത് അഡ്രസ്സ് വാങ്ങിയിട്ട് നേരെ ടി-ടിയുടെ ലവറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടി-ടിയുടെ ബോയ് ഫ്രണ്ടിന് അവനെ ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പൈസയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു അയാൾ ഇവനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീടിന്റെ ഉള്ളില് വേറൊരു പയ്യനെ വിളിച്ചു വരുത്തിയിട്ട് അവര് രണ്ടുപേരും തമ്മിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലുള്ളവൻ ഡ്രസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ടി-ടിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവാണ്. അവനിപ്പോ അവിടുന്ന് പുറത്തേക്ക് പറന്നു പോകുന്നുണ്ട്. ഹീറോയ്ക്കും ഇപ്പൊ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ടി-ടിയുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് നൈസായിട്ട് പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ടി-ടി കാറിലിരുന്നിട്ട് നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു. അവനിപ്പോ പറയാണ്, ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചെടുത്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് എന്റെ ഫോണിലുണ്ട്, അതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം, അതായിരിക്കും ചിലപ്പോൾ എന്റെ ആഗ്രഹം എന്ന് പറയാണ്. ഹീറോയും ഇപ്പൊ നേരെ ടി-ടിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവന്റെ മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ടി-ടിയുടെ റൂമിൽ കയറിയിട്ട് ആ ഒരു ഫോണ് അവിടെ മുഴുവൻ തെരഞ്ഞു നോക്കുകയാണ്. എന്നാൽ അവിടെയൊന്നും ആ ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ ആ ഒരു റൂം തപ്പി തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടി-ടിയുടെ അച്ഛൻ കയറി വരികയാണ്. നീ ആരാടാ, എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അയാളിപ്പോ നമ്മുടെ ഹീറോനെ പേടിപ്പിക്കുന്നുണ്ട്. എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് നിങ്ങളുടെ മകനെ ഗോസ്റ്റ് മാരേജ് ചെയ്തത്, ഞാനിപ്പോ മുത്തശ്ശിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ടി-ടി നോക്കുമ്പോ ടി-ടിയുടെ ഫോൺ ഇപ്പോ അവന്റെ അച്ഛന്റെ കയ്യിലാണുള്ളത്. ഹീറോയോട് ആ ഒരു ഫോൺ എങ്ങനെയെങ്കിലും വാങ്ങിച്ചുകൊണ്ടാന്നൊക്കെ ടി-ടി ഇപ്പൊ പറയുന്നുണ്ട്. ഇതേ സമയത്ത് മുത്തശ്ശി ഇവരെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി-ടിയുടെ അച്ഛൻ ഹീറോയുടെ അടുത്ത് നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയും പറയുന്നത് ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇത് കേട്ട സമയത്ത് തന്നെ ടി-ടിയുടെ അച്ഛൻ അവന്റെ ഫോണ് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇതിന്റെ പാസ്വേഡ് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് പോലീസുകാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയായിരിക്കുമല്ലോ, അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നുകൊണ്ടാന്ന് പറയാണ്. ഹീറോയും ഞാൻ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ടി-ടിനോട് പാസ്വേഡ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവനിപ്പോ ആ ഒരു ഫോൺ തുറക്കാണ്. ഇവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ ടി-ടിയും അവന്റെ ബോയ് ഫ്രണ്ടും തമ്മിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഹീറോ ഓപ്പൺ ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറിയാതെ ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ ഓൺ ആവുന്നുണ്ട്. അതിന്റെ അകത്ത് ഇപ്പോൾ ആവശ്യമില്ലാത്ത സൗണ്ട് ഒക്കെ പുറത്തു വരികയാണ്. ഇത് കേട്ടിട്ട് ടി-ടിയുടെ അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശിയും ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആ ഒരു ഫോണിൽ നിന്ന് വരുന്ന മാതിരി ഉറക്കെ ഇങ്ങനെ നിലവിളിക്കുകയാണ്. ഓ, ഈ സൂപ്പിന് എന്ത് തരുവാണ്, അത് കഴിച്ചിട്ട് ഞാനാണ് ഒച്ച ഉണ്ടാക്കിയെന്നൊക്കെയുള്ള രീതിയിൽ അവൻ ആ ഒരു കാര്യം എങ്ങനെയൊക്കെയോ സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു വിധത്തിൽ ആ ഒരു ഫോണിലുണ്ടായിരുന്ന മുഴുവൻ ഫോട്ടോസും അവൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇത് തുറക്കാൻ പറ്റും തോന്നില്ല എന്ന് പറഞ്ഞിട്ട് ടി-ടിന്റെ അച്ഛന്റെ അടുത്ത് തന്നെ ആ ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ പറയാണ്, ടി-ടിക്ക് ആക്സിഡന്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഒരൊറ്റ CCTV ക്യാമറയും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, എല്ലാം കേടായി കിടക്കായിരുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയും പറയാണ്, എല്ലാ CCTVയും അങ്ങനെ ഒരുമിച്ച് കേടാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, ഞാൻ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ടി-ടിയുടെ അച്ഛനും അവന്റെ ഫോൺ ഇപ്പോൾ ഹീറോയിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ടി-ടി വളർത്തുന്ന ഒരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു. അതിപ്പോ ടി-ടിയുടെ ആത്മാവ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് കുരയ്ക്കുകയാണ്. ടി-ടി ഇപ്പൊ പറയുന്നുണ്ട്, നോക്ക് ഇവൻ എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിപ്പോ കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ടി-ടിക്ക് അതിനെ തൊടാനായിട്ട് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഡോഗ് ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്ന കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ്. ഡോഗ് അടുത്തതായിട്ട് ഓടി വന്നത് നമ്മുടെ ഹീറോന്റെ മേത്തേക്കായിരുന്നു. എന്നിട്ട് അവന്റെ കാലിൽ പിടിച്ചിട്ട് അവനെ ഭയങ്കര സ്നേഹത്തോടെ നോക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറയാണ്, ടി-ടി പോയതിനു ശേഷം അവൻ ആരോടെങ്കിലും ഇത്ര ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോഗിനെ നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ട് ഇപ്പൊ ഡോഗിനെ അവന്റെ കയ്യിൽ കൊടുത്തു വിടാണ്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട്
തന്നെ അവനിപ്പോ ആ ഒരു ഡോഗിനെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവന്ന ഉടനെ തന്നെ അതിന് ഡോഗ് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ടി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോഗിനെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനൊരു ആത്മാവായതുകൊണ്ട് തന്നെ അവനതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഹീറോ ടിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ മരിച്ച ദിവസം എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചത്, ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അത് പിന്നെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവനുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യം ഞാൻ എന്റെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കേട്ടിട്ട് അച്ഛൻ എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് ചെയ്തത്. ആ ഒരു കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഉറക്കെ എന്നോട് ഷൗട്ട് ചെയ്യാണ് ചെയ്തത്. ആ ഒരു വിഷമത്തില് എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ പെട്ടെന്ന് ഒരു കാർ വന്നിട്ട് എന്നെ ഇടിച്ചിടാണ് ചെയ്തത്. എന്ത് നീ വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും നിന്റെ ഫോണിൽ ഉണ്ടാവില്ലേ, വാ നമുക്കിത് നോക്കാന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. കാർ വന്നിട്ട് ടിനെ ഇടിച്ചതിന് ശേഷവും ആ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനെ ഇടിച്ചിട്ട ഉടനെ തന്നെ കാറിലുണ്ടായിരുന്ന ആള് പുറത്തേക്ക് ഇറങ്ങി വരാണ്. അതിനുശേഷം ഇവൻ മരിച്ചോ എന്ന് ചെക്ക് ചെയ്തിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ അയാളുടെ കാല് മാത്രമായിരുന്നു ആ ഒരു വിഷ്വൽസിൽ ഉണ്ടായിരുന്നത്. ടി ഇപ്പൊ പറയാണ്, ഈ ഒരു ഷൂവിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഷൂസ് ആണ്. ഇത് മൊത്തം നമ്മുടെ രാജ്യത്ത് 5-6 എണ്ണം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോ അതിന്റെ ഉടമേനെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഹീറോ ഇപ്പൊ നേരെ ആ ഒരു ഷൂവിന്റെ കമ്പനിയിലേക്ക് പോവാണ്. ഇപ്പൊ ആ ഒരു ഷൂസ് വാങ്ങിയിട്ടുള്ള ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് എടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് എല്ലാവരും ആക്ടേഴ്സ് ആയിരുന്നു. ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സിന്റെ പേരുകളായിരുന്നു. അതിൽ പകുതി ആളുകളും പെണ്ണുങ്ങളാണ്. ഇവർ വിഷ്വലിൽ കണ്ടിട്ടുള്ള ആളുടെ കാലില് ഒരുപാട് രോമങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ അവരുടെ കാലെല്ലാം ക്ലീൻ ഷേവ് ചെയ്ത് നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ ഒരു സാധ്യതയും ഇപ്പോ അവർ വിടുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ആക്സിഡന്റ് നടന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. എല്ലാ ഭാഗവും കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഹീറോ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഇവർ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയ കടയുണ്ടായിരുന്നു. കടയുടെ മുന്നിൽ ഒരു ട്രക്ക് നിർത്തിയിട്ടുണ്ട്. ആ ട്രക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു ഡാഷ് ക്യാം ഉണ്ടായിരുന്നു. എപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാമറയിൽ നിന്നും ഫുട്ടേജസ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ ഹീറോ കാൽക്കുലേറ്റ് ചെയ്യണം. നേരെ ആ ഒരു കാറിൽ പോയിട്ട് ഇവർ ആ ഒരു ഫുട്ടേജ് മുഴുവൻ അടിച്ചു മാറ്റാണ്. എന്നാൽ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടിക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ദിവസം ഈ ട്രക്ക് പാർക്ക് ചെയ്തത് കടയുടെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കടയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നത്. ആക്സിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഒരു ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഹീറോന്റെ തല ഇപ്പൊ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് മറ്റൊരു കാറ് ആ ഷോപ്പിന്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ആ ഒരു ഫുട്ടേജ് പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ടിയുടെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ഒരാൾ ഡ്രസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവന്റെ കാർ തന്നെയായിരുന്നു അത്. റോഡിൽ ആക്സിഡന്റ് ആയത് അറിഞ്ഞിട്ട് അവനിപ്പോ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നതെല്ലാം ആ ഒരു വിഷ്വലുണ്ട്. അവന്റെ വണ്ടിയിൽ നോക്കുന്ന സമയത്ത് അതിലും ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാമറയുടെ ഫുട്ടേജസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോ അതിനുള്ള പരിപാടി നോക്കുകയാണ്. അടുത്ത സീനില് ഹീറോ ആ ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് ട്രാക്ക് ചെയ്തിട്ട് അതിനെ കണ്ടുപിടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ആ ഒരു കാറും ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോവാണ്. കാറിലുള്ള ഇവനാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു പാർട്ടിക്കാണ് പോകുന്നത്. ഹീറോയും ഇപ്പൊ അവനെ ഫോളോ ചെയ്തിട്ട് പുറകെ തന്നെ പോകുന്നുണ്ട്. എന്നാൽ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതേതോ ഒരു ഗേ പാർട്ടി ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഹീറോ ധരിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവനെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. വീഡിയോയുടെ ലെങ്ത് ഒരു അല്പം കൂടുന്നതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാല്ലേ.